കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പത്തനംതിട്ട ജില്ലക്കാർക്ക് വേണ്ടി ബാംഗ്ലൂർ സ്റ്റോൺ എസ് വൈറ്റ് സാധനഹള്ളി വൈറ്റ് 50 mm കനം വരുന്ന സാധനഹള്ളി വൈറ്റിൻ്റെ വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റോണുകളൊക്കെ വരുന്നത് ഇതുപോലെ 12 വീല് വണ്ടിയായ ഭാരത് ബെൻസ് അല്ലെങ്കിൽ ലൈലാൻഡ് ലോറി. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത്രയും വലിപ്പമുള്ള വണ്ടികളാണ് സ്റ്റോൺ വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നമ്മൾ ലോഡ് കയറ്റി പത്തനംതിട്ട ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ വണ്ടി എത്തുമോ. അപ്പോൾ ഈ വണ്ടിയുടെ ലെങ്ത് കണ്ടോ, ഇത് 12 വീല് വണ്ടിയാണ്. അതായത് ഇതിൻ്റെ നീളം ഏകദേശം 26 അടി ഫ്ലാറ്റ്ഫോം നീളം വരുന്നുണ്ട്. ഒരു 10 അടിയോളം ക്യാബിൻ വരുന്നുണ്ട്. അപ്പോൾ 36 അടി നീളമാണ്. അത്യാവശ്യം വലിയ വഴികളിൽ മാത്രമേ ഈ വണ്ടി കയറുകയുള്ളൂ. അപ്പോൾ ഈ വണ്ടി വരുന്ന സ്ഥലം എവിടെയാണോ അവിടെ വരെ നമ്മൾ എത്തിച്ചു തരുന്ന റേറ്റാണ് സ്ക്വയർ ഫീറ്റ് 100 രൂപ. ഇത് പത്തനംതിട്ട ജില്ലക്കാർക്ക് വേണ്ടി മാത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെയാണെങ്കിലും 50 mm കനം വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ എസ് വൈറ്റ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കല്ല് പത്തനംതിട്ട ജില്ലയിൽ വലിയ വണ്ടി ഈ ഭാരത് ബെൻസ് വരുന്ന എവിടെയാണോ അവിടം വരെ വരുന്ന റേറ്റാണ് സ്ക്വയർ ഫീറ്റ് 100 രൂപ. ഇറക്കി തരത്തില്ല, ഇറക്കുന്ന ഉത്തരവാദിത്തം കസ്റ്റമറുടെയാണ്. വലിയ വണ്ടി വന്നില്ലെങ്കിൽ ഇത് കണ്ടോ, ചെറിയ വണ്ടികൾ കിടക്കുന്നുണ്ടോ, ഇതുപോലത്തെ നിസാം പോലത്തെ ചെറിയ വണ്ടിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്ക് കേരള സ്റ്റോൺസ് വലിയ വണ്ടി വരുന്ന സ്ഥലം എവിടെയാണോ അവിടം വരെ എസ് വൈറ്റ് കല്ല് സാധനങ്ങളിൽ വൈറ്റ് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് 100 രൂപ. ഇനി ഈ കല്ലിനെ പറ്റി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം നമ്മളുടെ ബാംഗ്ലൂർ സ്റ്റോൺ വന്ന വണ്ടിയാണ്. ഇതിൻ്റെ മണ്ടയിലൊന്ന് കയറി നോക്കട്ടെ. ഈ വണ്ടി ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോണാണ് വന്നേക്കുന്നത്. എസ് വൈറ്റ് കല്ല് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലോറിപ്പുറത്ത് കയറിയിരിക്കുകയാണ്. വണ്ടിയിൽ കയറിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറുകൾ, കല്ലിൻ്റെ കളറൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്നർത്ഥമാണ്. എസ് വൈറ്റ് ഇത് എനിക്ക് തന്നെ എടുത്ത് പൊക്കാൻ പറ്റത്തില്ല. ഇത് 3 എന്ന് പറയുന്ന സൈസാണ്. അതായത് 3 അടി നീളം 1.5 അടി വീതി. അപ്പം എസ് വൈറ്റ് കല്ലെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങിയിരിക്കുമ്പം, അതായത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നല്ല പ്യൂർ വൈറ്റാണ്. നമ്മൾ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പം ഇതെല്ലാം കറുത്ത ഗ്രെയിൻസ് കാണിക്കും. ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 മിനിറ്റ് കണ്ടോ, വെള്ളം ഒഴിച്ചേക്കാം. ഏകദേശം മോനെ കണ്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കറുത്ത ഗ്രെയിൻസ് ഇതിനകത്ത് ഉറപ്പായിട്ടും വരും. അപ്പം ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളവിടെ കൊണ്ടുവരുമ്പോൾ അത് കളിപ്പിച്ചു എന്ന് പറയില്ല. കണ്ടോ, ഇതിൻ്റെ പുറത്തെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ നിറത്തിനൊരു വ്യത്യാസം കണ്ടോ. പക്ഷേ ഇതൊരു അരമണിക്കൂർ കൊണ്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേന് പ്യുവർ വൈറ്റ് ആവും. അപ്പം കറുത്ത കല്ല് വൈറ്റ് കല്ല്, അതായത് കറുത്ത ഗ്രെയിൻസാണ് അതിനകത്ത്. സാധനങ്ങളിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ള പാറ ഫുള്ളായിട്ടും വൈറ്റ് കളറാണ്. വൈറ്റ് കളറിനകത്ത് ചെറിയ കുത്തുകുത്ത് പോലത്തെ ഡോട്ട്സ് ഉണ്ട്. അതാണ് നമ്മൾ സാധനങ്ങളിൽ വൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കല്ല് പത്തനംതിട്ടയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്ക് എത്തിച്ചു തരും. ഇറക്കി തരത്തില്ല, എത്തിച്ചു തരും. ഇനി പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുമ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ലാതെയും പെബിൾസ് ഇട്ടും അല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ ജോയിൻ ഫ്രീ ആയിട്ടും വിരിക്കുമ്പോൾ എത്ര റേറ്റ് ആകുമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കല്ല് വിരിക്കുന്ന ഒരു സൈഡിലേക്ക് പോകാം. അപ്പം നമ്മൾ കുറവലങ്ങാട് എത്തിയിരിക്കുകയാണ്. കുറവലങ്ങാട് കുര്യനാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുര്യനാട് നമ്മുടെ സാജു ജേക്കബ്, കിഴക്കേപ്പറമ്പിൽ സാജു ജേക്കബിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കേരള സ്റ്റോൺസിൻ്റെ പണിക്കാരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശിവ, ക്യാ ഗ്രാസ് കമ്മിയേ? ആ ഓക്കെ. സമയം നല്ല സമയമാണ്. 12:30 സമയത്താണ്. നല്ല ഉഗ്രൻ ചൂടാണ്. അപ്പോൾ ഞാൻ സാജു ജേക്കബ് സാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റ് 50 mm കനമുള്ള ബാംഗ്ലൂർ സ്റ്റോണാണ് നമ്മളിവിടെ വിരിച്ചേക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്ല് പ്യുവർ എസ് വൈറ്റ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ കളർ കേട്ടോ, മുമ്പ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ ഷെയ്ഡ് വ്യത്യാസം കാണിച്ചു. ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് പ്യുവർ വൈറ്റ് ആയിട്ടാണ് കല്ല് നിൽക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയ കറുത്ത പാടുകൾ വരും. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 25 mm ഗ്രാസ്
വരുന്നത് 28 ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്പർ, അതായത് ഈ ഗ്രാസിൻ്റെ എണ്ണം കണ്ടോ, ഇതിൻ്റെ അകം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അകം കാണാൻ പറ്റത്തില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഗ്രാസാണ്. 3 വർഷ വാറണ്ടിയാണ്. 3 വർഷ വാറണ്ടിയുള്ള ഗ്രാസ് ഇട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ചെയ്യുമ്പം സ്ക്വയർ ഫീറ്റ് 145 രൂപയ്ക്ക്. വലിയ വണ്ടി വരുന്ന വണ്ടിയിൽ നിന്ന് ചെറിയ വണ്ടിയാണെങ്കിൽ ചെറിയ വണ്ടിയിലേക്ക് കല്ല് കയറ്റി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിരിച്ച് ഫിനിഷ് ചെയ്ത് തരും. ഫിനിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ 2 ഇഞ്ച് കനത്തിൽ മെറ്റലിട്ട് കല്ലുകൾ തമ്മിൽ 2 ഇഞ്ച് ഗ്യാപ്പിട്ട് ആ ഗ്യാപ്പിനകത്ത് 4 കൊട്ട പൊടി, 3 കൊട്ട മെറ്റൽ, 1 ചാക്ക് സിമെൻറ്റ് ബ്രാൻഡഡ് സിമെൻറ്റ് ആയിരിക്കും. ഞങ്ങൾ യൂസ് ചെയ്യുന്ന രാംകോയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം കസ്റ്റമർക്ക് ഏത് ഇഷ്ടമുള്ള സിമെൻറ്റ് വേണോ ആ സിമെൻറ്റ് ഇട്ട് ഫുൾ വർക്ക്, ആ വർക്ക് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഗ്രാസ്, ഗ്രാസ് കാണിച്ചാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഗ്രാസ്. ഗ്രാസ് നോക്കിയോ, ഇത്രയും സാധനമാണ്. ഇത് കട്ട് ചെയ്യുന്ന ആളാണ് ശിവ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഫ് പുറവശമൊക്കെ ഒന്ന് കാണിച്ച് നോക്കിയാൽ ആ കത്തിക്കൊക്കെ വലിച്ചു മുറിച്ചു കണ്ടില്ല, അത്രയും സ്ട്രോങ് സാധനമാണ്. അപ്പോൾ ഈ സാധനം വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് സ്ക്വയർ ഫീറ്റ് 145 രൂപ. ആ സാധനം എൻ്റെ കയ്യെ മുറിയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ മാറ്റിയത് കേട്ടോ. അപ്പോൾ 145 രൂപയ്ക്കാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. കാരണം സ്റ്റഫ് അതിങ്ങനെ എടുത്ത് ശിവ കട്ട് ചെയ്തേക്കുന്ന സ്റ്റഫ് നീ കണ്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടി എൻ്റെ കയ്യെ മുറിയുമെന്ന്. ഇതുണ്ടോ, അത്ര ടോപ്പ് ക്വാളിറ്റി ഗ്രാസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുണ്ടോ ബാക്ക് സൈഡ് അതുപോലെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് യാതൊരു വിധത്തിലും ഡാമേജുകളൊന്നും വരത്തില്ല. കാരണം ഇത്രയും പ്യുവർ ക്വാളിറ്റി ഉള്ള ഗ്രാസ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാസ് ഇട്ട് നമ്മൾ കംപ്ലീറ്റ് വർക്ക് 145 രൂപയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കല്ലുകൾ ഇറക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത സ്ഥലമാണ്. യൂണിയൻകാരുടെ വല്ല പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ വന്നാൽ നിങ്ങൾ നോക്കണം. നമ്മൾ ഏത് സമയത്ത്, രാത്രിയിലോ പകലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം പറഞ്ഞു ആ സമയത്ത് നമ്മൾ കല്ല് കൊണ്ടുവരാം. വലിയ വണ്ടി കയറത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ചെറുവണ്ടി കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്ത് 145 രൂപയ്ക്ക് നമ്മൾ വർക്ക് ചെയ്ത് തരാം. പക്ഷേ യൂണിയൻകാർ വന്നാൽ നിങ്ങൾ നോക്കണം. പിന്നെ എൻ്റെ പണിക്കാരെന്ന് പറയുന്നത് എല്ലാം ഒരു 10 വർഷം 12 വർഷമായിട്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ശിവയ്ക്ക് വന്ന ശിവ. അപ്പോൾ ഇതൊരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കട്ട് ചെയ്യുന്ന പയ്യനാണ്. അതാണ് അവിടെ ഗ്രാസ് കട്ട് ചെയ്യുന്ന ഗോപാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ ഗ്രാസ് ചെയ്യുന്നുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇവർക്ക് നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം, താമസിക്കാമെന്ന് പറഞ്ഞാൽ VIP റൂമുകളോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പുറത്തൊരു ബാത്റൂം സൗകര്യം മതി. അവരിതുപോലെ കാർ പോർച്ചിൽ എവിടെ വേണമെങ്കിലും അവർ കിടക്കും. അവർക്ക് വർക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളതുള്ളൂ. അപ്പം 145 രൂപയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം, പുറത്തൊരു ബാത്റൂം സൗകര്യം മാത്രം മതി. അതുപോലെ തന്നെ വലിയ വണ്ടി കയറിയാലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഏറ്റു. പക്ഷേ യൂണിയൻകാരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നാൽ വീട്ടുകാരെ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. കാരണം അവർ വന്ന് നമ്മളെ തല്ലാനോ പിടിക്കാനോ അല്ലെങ്കിൽ പൈസ ചോദിക്കാനോ വന്നാൽ നമുക്കത് ഏൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയത്തില്ലാത്ത നാട്ടുകാരാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്തു തരും. 145 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ മെക്സിക്കൻ ഗ്രാസാണ് ചെയ്യുന്നത്. ഗോപാലെ ഒന്ന് കാണിച്ച പോലെ കണ്ടോ, ഗോപാൽ ഒരു 12 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന പയ്യനാണ്. അപ്പം പുള്ളിയാണ് ഈ മെക്സിക്കൻ ഗ്രാസുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്, ചെടികൾ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കൊണ്ട് ഏകദേശം നമ്മളിത് ഫിനിഷ് ചെയ്യും. പിന്നെ വഴി നമ്മൾ വിരിച്ചേക്കുന്നത് കുറച്ച് കയറ്റമുള്ള ഇതായതുകൊണ്ട് നമ്മൾ ബോട്ടം കല്ലാണ്. കാരണം നല്ല നിരപ്പായത് അടിവശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. കുറച്ച് അടിവശം ഷേപ്പില്ലാത്ത ബോട്ടം കല്ലെന്ന് പറഞ്ഞ സ്റ്റോണാണ് ഇട്ടേക്കുന്നത്. പക്ഷേ കല്ലെല്ലാം സെയിം ആണ്, ടോപ്പെല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിവശം നമുക്ക് കാണിക്കത്തില്ല. ബോട്ടം കല്ലിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പം 50 mm കനം വരുന്ന ബാംഗ്ലൂർ സ്റ്റോണ് S-White കല്ല് പത്തനംതിട്ട ജില്ലയിൽ സ്ക്വയർ ഫീറ്റ് 145 രൂപയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ചെയ്യും. ഇനി ഗ്രാസ് ഇല്ലാതെ ഈ ഒരു ലെവൽ ഇതുണ്ടോ, ഗ്രാസ് അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് വീണ്ടും 5 രൂപയുടെ കുറയും. 140 രൂപയ്ക്ക് നമ്മൾ ഗ്രാസ് ഇല്ലാതെയും ചെയ്യും. ഇനി ഇതിനകത്ത് ഞാനൊരു വ്യത്യാസം കൊണ്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ആദ്യം പെബിൾസ് ഇട്ട് ചെയ്യാൻ പറ്റുമെന്ന്, അതുപോലെ തന്നെ ഈ ഗ്രാസിന് പകരം പെബിൾസ് ഇടുന്നെങ്കിൽ നമുക്ക് 145 രൂപ വരുള്ളൂ. അപ്പോൾ നമ്മൾ കല്ലുകളുടെ ഈ 2 ഇഞ്ച് ഗ്യാപ്പിന് പകരം ഇതിനകത്ത് നമ്മൾ പെബിൾസാണ് ഇടുന്നത്. ഇവളൊക്കെയാണ് പെബിൾസ് ഇടുന്നത്. റീനയെന്ന് കാണിച്ചേ, റീന ഉണ്ട്. ഈ റീനയുടെ ഹസ്ബൻഡാണ് ഇവിടെ ഇരിക്കുന്നത്, സുരേഷ്. ഇതുണ്ടോ സുരേഷ്. ഇവർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. അധികം പ്രായമൊന്നുമില്ല, ഇപ്പോൾ 3 വർഷമായിട്ടുള്ള എൻ്റെ കൂടെ. ഒരു ഗ്രാസിൻ്റെ വർക്ക് മാത്രം ചെയ്യുന്ന പിള്ളേരാണ്. ഈ മാസം അവർ നാട്ടിൽ പോവാണ്. 3 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല. ഹോളി ആയതുകൊണ്ട് ഹോളിയല്ലേ എവിടെ ദീപേ പോകുന്നത്? ഹോളിയല്ലേ വരുന്നത്? നീ 2 तारीख में तुम गाँव जाता है होली में? മാർച്ച് में क्या हुआ? ഹോളി. ഹോളി. അപ്പോൾ ഹോളിക്കാണ് ഇവർ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതുപോലുള്ള പണിക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരിവിടെ സ്റ്റേ ആണ്. സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാർ പോർച്ച് ഉണ്ട്, ഇവിടെയാണ് ഇവർ കിടക്കുന്നത്. പിന്നെ ഇവർക്ക് ബാത്റൂം സൗകര്യം പുറകിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവിടെയാണ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. രാത്രിയിൽ അവർ ഇവിടെയാണ് കിടക്കുന്നത്. കാരണം ഇത് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. സ്റ്റോൺ വലിച്ച ആൾക്കാർ വേറെയാണ്, ഗ്രാസ് വെക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ഒറ്റ നൈറ്റ് മാത്രമേ സ്റ്റേ ഉള്ളൂ. കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ അവരുടെ റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പം ഒരു ദിവസത്തെ സ്റ്റേ ഉള്ളതുകൊണ്ട് അവർ ഇവിടെ തന്നെ കടന്ന് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് നാളെ രാവിലെ വേറൊരു സൈറ്റിലേക്ക് അവർ പോകുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അവസാനമായിട്ട് ഒന്നുകൂടെ നമ്മൾ പറയുന്നു, നമ്മുടെ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതൊന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് ശിവ, നമ്മുടെ ഗ്രാസ് ഇതുണ്ടോ, പുത്തൻ ഗ്രാസ് പടക്കം മുട്ടുന്നവരൊന്ന് കട്ട് ചെയ്ത് ഇതുണ്ടോ. ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ 3 വർഷം വാറണ്ടിയുള്ള കംപ്ലീറ്റ് വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്ന് സീൽഡാണ്. സീൽഡ് ഇതേപോലെ പൊട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. എളുപ്പം അങ്ങോട്ട് മറിക്കേ. വീഡിയോയുടെ ലെങ്ത് കൂടുകൂടാ, അതുകൊണ്ട് എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ. ആൾക്കാർ ബോറടിക്കും ഇതെല്ലാം കേട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രാസ് ഐറ്റംസ്. ഇതിപ്പോൾ ഉരുട്ടി വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റ സൈഡായിട്ടാണ് കിടക്കുന്നത്. അവന് ഇവർക്കിടാ സൈഡാ ഉണ്ടോ. ദൈവം ക്യാമറ ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചാൽ ദൈവം നോക്കാം നമ്മുടെ ഗ്രാസിൻ്റെ പവർ എന്നാന്ന് കണ്ടോ. ഇത് ഹൈറ്റില്ല, ഡെൻസിറ്റിയാണ് ഇതിൻ്റെ മെയിനും. ഹൈറ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം ഇതിൻ്റെ എണ്ണ കണ്ടോ. നിങ്ങൾക്ക് ഇത് അകമൊന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഒരു പാട് കാണിക്കാൻ പറ്റുമോ? ദീപിന് കാണിക്കുമോ? ഇതിനകത്ത് ഇതിൻ്റെ മാറ്റിൻ്റെ ഒരു തുള്ളി ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇത്രയും ടോപ്പ് ക്വാളിറ്റി ഗ്രാസ് ഇട്ടിട്ട് 145 രൂപയ്ക്ക് നമ്മൾ ആര് ചെയ്ത് കൊടുക്കും? അത്രയും ടോപ്പ് ക്വാളിറ്റി ഗ്രാസ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യണം മാനെ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്ക്വയർ ഫീറ്റ് 145 രൂപയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ ഫുൾ വർക്ക്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ലാതാണ് 140 രൂപ. പേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ 145 രൂപ. അപ്പം ഇതാണ് നമ്മുടെ റേറ്റ്. കല്ല് മാത്രം മതിയെങ്കിൽ ഞാൻ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് 100 രൂപ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ പരമാവധി ആൾക്കാരെ ലൈക്ക് അടിക്കുക. പിന്നെ ഫോൺ വിളിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ ഫോൺ അവിടെ ബെല്ലടിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതുപോലെ ഷൂട്ടിങ്ങിലോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഡിസൈൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഉറപ്പായിട്ടും വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലക്കാരുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.